നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഇസഡിൻ്റെ വാല്യൂ തന്നിട്ട് അത് സ്റ്റാൻഡേർഡ് നോർമൽ കർവിൽ എങ്ങനെ മാർക്ക് ചെയ്യാം എന്നുള്ള അല്ലെങ്കിൽ ആ ഏരിയ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്നും ഒരിക്കലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല. ഇനി നമുക്ക് കുറച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേരിയബിൾ എക്സ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 45, standard deviation 10. Find the probability that first question x greater than or equal to 60, second question 40 less than or equal to x less than or equal to 56. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ മീൻ തന്നിട്ടുണ്ട്, മീൻ 45 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ആണ്. പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ പ്രോബിലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ഉള്ള പ്രോബിലിറ്റിയും 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 56 ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വേറെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. കാരണം ഇവിടെ എക്സ് ആണ് തന്നിട്ടുള്ളത്. എക്സും കൊണ്ട് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എക്സിന്ന് ഈ എക്സ് വാല്യൂവിനെ നമ്മൾ ഇസഡ് വാല്യൂട്ട് കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇസഡ് വാല്യൂട്ട് മാറ്റി എന്നിട്ട് ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ തന്നിട്ടുള്ളത്. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീനെ നമ്മൾ മ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ വെച്ചിട്ടാണ് ചെയ്യാറ്. മ്യൂ ഈസ് ഇക്വൽ ടു 45. മ്യൂ എന്ന് പറഞ്ഞാൽ എമ്മോ അല്ല യു അല്ലാത്തൊരു സിമ്പിൾ. എമ്മിൻ്റെ വാല്യൂ ഫസ്റ്റ് എം എഴുതുന്ന സമയത്ത് കുറച്ച് വാല്യൂ നീട്ടി കൊടുത്താൽ ഇത് മ്യൂ ആയി. മ്യൂ ഈസ് ഇക്വൽ ടു 45. മ്യൂ മീൻസ് മീൻ. ഇവിടെ എഴുതിയിട്ടുണ്ട് 45ൻ്റെ അടുത്തിരിക്കുന്ന സിമ്പിൾ നോക്കിയാൽ ആ രീതിയിലാണ് നമ്മൾ മ്യൂവിനെ എഴുതാറ്. മ്യൂ ഈസ് ഇക്വൽ ടു 45. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സിമ്പിളാണത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 10. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60ൻ്റെ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇസഡിൻ്റെ, ഞാൻ പറഞ്ഞു ഇസഡിലോട്ട് അത് കൺവേർട്ട് ചെയ്യണം, ഇസഡിൻ്റെ വാല്യൂലോട്ട് മാറ്റണത്. ഇസഡിലോട്ട് മാറ്റാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇസഡിനോട്ട് ഈ എക്സ് ഉള്ള വാല്യൂവിനെ ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസഡ് ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിൽ എക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. അപ്പോൾ എക്സിനെ നമ്മൾ 60 ആയിട്ട് എടുക്കുക. എക്സ് ഈസ് ഇക്വൽ ടു 60. മ്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 45 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10. ഓക്കെ, ഇനി 60 മൈനസ് 45 ഡിവൈഡ് ബൈ 10, 15 ഡിവൈഡ് ബൈ 10, 1.5. ഇസഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇസഡ് 1.5 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 ആയിട്ട് മാറും. അങ്ങനെ എക്സിൻ്റെ വാല്യൂനെ നമ്മൾ ഇസഡിലോട്ട് മാറ്റി. ഇനി ഓക്കെ, പ്രോബിലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 ആക്കി നമ്മൾ മാറ്റി. ആ ക്വസ്റ്റ്യനെ ചേഞ്ച് ചെയ്തു. ഞാൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 തന്നെയാണ് വരുന്നത്. പ്രോബിലിറ്റി ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 എന്ന് പറയുന്നത്. ഇനി ടേബിളിൽ നിന്ന് 1.5ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവിൻ്റെ ടേബിൾ എടുക്കുക. എന്നിട്ട് ഇസഡിൻ്റെ താഴെ 1.5 നോക്കുക. ഇവിടെ 1.5 കറക്റ്റ് 1.5 ആയതുകൊണ്ട് അതിൻ്റെ ഇസഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള സീറോൻ്റെ താഴെയുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. 0.4332 ഞാൻ മാർക്ക് ചെയ്ത വാല്യൂ ആണ് എടുക്കേണ്ടത്. ഇപ്പോൾ 1.51 ആണെങ്കിൽ 0.4345 ആയിരിക്കും അടുത്ത വാല്യൂ വരുന്നത്. അങ്ങനെ 1.52 ആണെന്ന് അങ്ങനെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ജസ്റ്റ് 1.5 തന്നെ ചോദിച്ചുകൊണ്ട് 0.4332 ആണ് വാല്യൂ വരുന്നത്. ഇനി അപ്പോൾ 1.5 എന്ന് പറയുന്നത് 0.4332 ആണ് വാല്യൂ കിട്ടി നമുക്ക്. ഇനി ചെയ്യേണ്ടത് പ്രോബിലിറ്റി ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 ഈസ് ഈക്വൽ ടു, കാരണം ഇവിടെ ഗ്രേറ്റർ 1.5നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഏരിയയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ടോട്ടൽ ഏരിയ, നോർമൽ കർവിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 0.5 ആണ്. 0.5 മൈനസ് പ്രോബിലിറ്റി 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.5. ഓക്കെ, ആ ടോട്ടൽ ഏരിയയിൽ നിന്ന് 1.5 വരെയുള്ള ഏരിയ മൈനസ് ചെയ്താലും നമുക്ക് 1.5നേക്കാളും കൂടുതൽ എത്ര വാല്യൂ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ കാണാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് 0.5 മൈനസ് 0.4332 വിൽ ഗെറ്റ് 0.6668 എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ സെയിം മാർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഏരിയ മാർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ. കാരണം ഇവിടെ ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നോർമലി ചെയ്യുന്ന പോലെ തന്നെ പിന്നെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഇസഡ് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 1.5 ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ടോട്ടൽ ഏരിയയിൽ നിന്ന് 1.5 വരെയുള്ള ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഏരിയ ആയിരിക്കും ഗ്രേറ്റർ ദാൻ 1.5 എന്ന് പറയുന്നത് ഇസഡിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് പറയുന്നത് 0.0668 ആണ്. ഇനി അത് മാർക്ക് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ചെയ്യേണ്ടത്, അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി.
കർവ് വരയ്ക്കുക, -0.5 +0.5 എഴുതുക, സെൻട്രൽ 0, എന്നിട്ട് 1.5 വരെയുള്ള ഏരിയ 0.4332 ആണ്. ഇനി ഗ്രേറ്റർ 1.5 എന്ന് പറയുന്നത് 0.0668 എന്നും കൂടി അതാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ വാല്യൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, എക്സ് ലൈസ് ബിറ്റ്വീൻ 40 and 56. ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ 2 ക്വസ്റ്റ്യൻസിന് ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എക്സ് ലൈസ് ബിറ്റ്വീൻ 40 and 56. എക്സിൻ്റെ വാല്യൂ 40ൻ്റെയും 56ൻ്റെ ഇടയിലുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുക, അതിൻ്റെ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അതിനായിട്ട് നമുക്ക് എന്താ ആദ്യം എക്സിന് 40 ആയി കൊടുക്കാം. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 40, എന്നിട്ട് അതിൻ്റെ സെറ്റ് വാല്യൂ കണ്ടുപിടിക്കുക, എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഈസ് 40 - 45 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഈസ് 10. നമുക്ക് -0.5 എന്ന് വരും. അപ്പോൾ എക്സ് 10 ആവുന്ന സമയത്തുള്ള ഇസഡ് വാല്യൂ ആണ് -0.5 എന്ന് പറയുന്നത്. ഇനി വെൻ എക്സ് ഈസ് 56, കാരണം 40 56 ആണ്. അപ്പോൾ ആദ്യം 40 എടുക്കുക, എന്നിട്ട് 40യുടെ സെറ്റ് വാല്യൂ കണ്ടുപിടിക്കുക, ദെൻ 56 എടുക്കുക, 56ൻ്റെ ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക, എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്നാൽ ബാക്കിയൊക്കെ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യനിലുണ്ട്. മ്യൂ ഈക്വൽ ടു 45 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 10 ആണ്. ബാക്കി വരുന്ന എക്സ് 56 - 45 ഡിവൈഡ് ബൈ 10, 1.1. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഏരിയ കാണാൻ പറഞ്ഞിരിക്കുന്നത് -0.5ൻ്റെയും 1.1ൻ്റെ ഇടയിലുള്ള ഏരിയയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എക്സ് ആണ് ഈ 40 56 എന്ന് പറഞ്ഞാൽ 40യുടെ സെറ്റ് വാല്യൂ -0.5ഉം 56ൻ്റെ സെറ്റ് വാല്യൂ 1.1 ആണ്. അപ്പോൾ ഈ -0.5ൻ്റെയും 1.1ൻ്റെ ഇടയിലുള്ള ഏരിയയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രോബിലിറ്റി 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 56 എന്ന് പറയുന്നത് പ്രോബിലിറ്റി -0.5 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.1. ഓക്കെ, -0.5ൻ്റെയും 1.1ൻ്റെയും ഇടയിലുള്ള ഏരിയയാണ്. അപ്പോൾ ഒന്നിൽ കർവിൽ ലെഫ്റ്റ് സൈഡും ഒന്ന് റൈറ്റ് സൈഡും വരുന്നത്, കാരണം ഇസഡിൻ്റെ ഒരു വാല്യൂ ലെഫ്റ്റ് സൈഡിലായിരിക്കും വരുന്നത്, നെഗറ്റീവാണ്, ഒരു വാല്യൂ പോസിറ്റീവാണ്. അപ്പോൾ കർവിൻ്റെ പോസിറ്റീവ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂടി വരുന്നുണ്ട്. ഇനി പ്രോബിലിറ്റി -0.5 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 0 പ്ലസ് പ്രോബിലിറ്റി 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.1. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇതിൻ്റെ ഇടയിലുള്ള ഏരിയ മൈനസിലും അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വന്നുകൊണ്ട് ടോട്ടൽ ഏരിയ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ -0.5 ലെസ് ദാൻ 0 ലെസ് ദാൻ 0, ഈ -0.5 മുതൽ 0 വരെയുള്ള ഏരിയയും ഇതേപോലെ തന്നെ 0 മുതൽ 1.1 വരെയുള്ള ഏരിയയും കൂടി നമ്മൾ ആഡ് ചെയ്താലാണ് ഇതിൻ്റെ ഇടയിലുള്ള ഏരിയ കിട്ടുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് -0.5ൻ്റെ വാല്യൂ നമ്മൾ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ 1.1915 ആയിരിക്കും വരുന്നത്. ഈ ടേബിളിൽ -0.5ൻ്റെ വാല്യൂ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 1.19. ഇനി 1.1ൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 1.1 0.3643 ആയിരിക്കും വരുന്നത്. 3643. ഇനി ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. 0.1915 പ്ലസ് 0.3643 ടോട്ടലായിട്ട് 0.5558 ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് പ്രോബിലിറ്റി 40 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ എക്സ് 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 56 എന്ന് പറയുന്നത് 0.5558 ആയിരിക്കും വരുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നോർമലി കർവിൻ്റെ ഒറ്റ സൈഡാണ് വരുന്നതെങ്കിൽ ഹയസ്റ്റ് സെറ്റ് വാല്യൂന്ന് ലോവസ്റ്റ് സെറ്റ് വാല്യൂ കുറച്ച് ബാക്കി വരുന്ന ഏരിയയാണ് നോർമലി ചെയ്യാറ്. കാരണം ഇവിടെ കർവിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വന്നുകൊണ്ടാണ് ടോട്ടൽ ഏരിയയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 0.558. ഇനി കർവ് വരയ്ക്കുക, 0.5 ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്ത് അതിൻ്റെ ഏരിയ മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ 1.1 റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്ത് അതിൻ്റെ ഏരിയ മാർക്ക് ചെയ്തിട്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. എക്സ് ഈസ് എ നോർമൽ വേരിയേറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിനെ കണ്ടാൽ മനസ്സിലാവും ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ്. വിത്ത് മീൻ ഈസ് ഈക്വൽ ടു 30 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 5. മീൻ എന്ന് പറയുന്നത് 30 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റീസ് ദാറ്റ് 26 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. ഇപ്പോൾ 26ൻ്റെ 40ൻ്റെ ഇടയിലുള്ള പ്രോബിലിറ്റി, അതേപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45. രണ്ട് ക്വസ്റ്റ്യനാണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 26 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. അതിൽ തന്നെ മ്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 എന്ന് പറയുന്നത്. മീൻ 30, മ്യൂ ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണ്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇസഡ് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് തന്നെ എക്സ് ഈസ് ഈക്വൽ ടു 26.
26 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 ആയതുകൊണ്ട് എക്സിന് ആദ്യം 26 കൊടുക്കാം. എക്സിന് 26 കൊടുക്കുന്ന സമയത്ത് z ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഈസ് 26 മൈനസ് 30 ഡിവൈഡ് ബൈ 5. ഇറ്റ് ഈസ് മൈനസ് 4 ഡിവൈഡ് ബൈ 5, ഇറ്റ് ഈസ് -0.8. ഓക്കെ, അപ്പോൾ സെഡിൻ്റെ വാല്യൂ കിട്ടി -0.8. ഇനി വെൻ എക്സ് ഈസ് 40, എക്സിന് 40 കൊടുക്കുന്ന സമയത്ത് z is equal to x minus mu by standard deviation 40 minus 30 divided by 5, that is 10 by 5. 10 by 5 എന്ന് പറഞ്ഞാൽ z is equal to 2. അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. -0.8ൻ്റെ ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.2881 ആണ്. ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. 0.2881. ദെൻ 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.4772 ആണ്. ഇനി ഇതിൻ്റെ ഏരിയ ആ 40യുടെയും 26ൻ്റെയും 40യുടെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കണം. അതിനായിട്ട് പ്രോബിലിറ്റി 26 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 എന്ന് പറയുന്നതിന് നമ്മൾ ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. പ്രോബിലിറ്റി -0.8 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 2. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഏരിയയാണ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് -0.08 ലെസ് ദാൻ ഇസഡ് പ്ലസ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.1. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഈ ഏരിയ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒന്ന് ലെഫ്റ്റ് സൈഡിലുമാണ്, ഒന്ന് റൈറ്റ് സൈഡിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും ആഡ് ചെയ്യുന്നത്. -0.8 മുതൽ 2.8 വരെയുള്ള ടോട്ടൽ ഏരിയ നമ്മൾ ആഡ് ചെയ്യണം. ഇനി അതിനായിട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.2881 പ്ലസ് 0.4772 വരുന്നത്. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.7653 ആയിരിക്കും ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ പ്രോബിലിറ്റി 26 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 40 എന്ന് പറയുന്നതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ പ്രോബിലിറ്റി 0.7653 ആണ് വരുന്നത്. ഇനി അത് കർവ് വരച്ചിട്ട് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് അത് ടോട്ടലായിട്ട് ഷെയ്ഡ് ചെയ്യാം. ഇത് ടോട്ടൽ ഷെയ്ഡ് ചെയ്യുന്നത് ഒന്ന് ലെഫ്റ്റ് സൈഡിലുമാണ് വാല്യൂ വരുന്നത്. ലെഫ്റ്റ് സൈഡ് മീൻസ് നെഗറ്റീവാണ്, ഒരു വാല്യൂ പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ടോട്ടൽ ഏരിയ എടുത്തിരിക്കുന്നത്. ഇതിൽ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ എക്സ് വാല്യൂവിനെ നമ്മൾ സെറ്റിലോട്ട് മാറ്റിയിട്ട് അതിനുള്ള ഫോർമുലയാണ് എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് വെച്ചിട്ട് 26ൻ്റെയും 40യുടെയും കണ്ടുപിടിച്ച് എൻ്റെ ഏരിയ മാർക്ക് ചെയ്ത് ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45. ആദ്യം ഇതിനെ ഈ എക്സ് വാല്യൂവിനെ ഇസഡിലോട്ട് മാറ്റണം. അതിൻ്റെ ഫോർമുലയാണ് എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എക്സ് എന്ന് പറയുന്നത് 45 ആണ്. മ്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 30, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണ്. 15 ഡിവൈഡ് ബൈ 5 3. ഇപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 നമുക്ക് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആക്കി മാറ്റാം. എക്സിനെ ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി 3യുടെ വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 0.49865 ആയിരിക്കും ടേബിൾ വാല്യൂ വരുന്നത്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ വാല്യൂ അല്ല, നേരത്തെ 26ൻ്റെയും 45ൻ്റെയും ഇടയിലുള്ള വാല്യൂ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആണ്. അതുകൊണ്ട് ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ 3യുടെ വാല്യൂ മീൻസ് 0.49865 മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 വരുന്നത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 എന്ന് പറയുന്നത് 0.5 മൈനസ് 0.49865 വിൽ ഗെറ്റ് 0.00135 വരും. ഇനി അതിനെ കർവിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് വാല്യൂ കൊണ്ട് കർവിൽ റൈറ്റ് സൈഡിലായിരിക്കും വരുന്നത്. ആദ്യം 3യുടെ വാല്യൂ മാർക്ക് ചെയ്യുക, 0.49865 മാർക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന പോർഷൻ ടോട്ടൽ ഏരിയ 0.5 ആണ്. അതിൽ 0.4986 മാർക്ക് ചെയ്തു. ബാക്കി വരുന്നത് ടോട്ടൽ ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.00135 ആണ്. ഇതാണ് അതിൻ്റെ ഏരിയ വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം അതിന് ബേസ് ചെയ്തിട്ടുള്ള. ഗിവൺ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മീൻസ് മ്യൂ ഇസ് ഈക്വൽ ടു 50, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സ് അസ്യൂം എ വാല്യൂ ബിറ്റ്വീൻ 34 ആൻഡ് 62. ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 34 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 62 ആ രീതിയിലല്ല തന്നിരിക്കുന്നത്. 34ൻ്റെയും 62ൻ്റെയും ഇടയിലുള്ളൊരു ഏരിയയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മീൻ എന്ന് പറയുന്നത് 50 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8 ആണ്. അതിന് എക്സിന് നമുക്ക് 34 കൊടുക്കണം. എക്സിന് 34 കൊടുക്കുന്ന സമയത്ത് ഇസഡ് ഈസ് ഈക്വൽ ടു 34 മൈനസ് 50 ഡിവൈഡ് ബൈ 8, ദാറ്റ് ഈസ് -16/8 വിൽ ഗെറ്റ് -2. ഇപ്പോൾ ഇസഡിൻ്റെ വാല്യൂ കിട്ടി -2 ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.4772 ആണ്. ദെൻ വെൻ എക്സ് ഈസ് 62, എക്സിന് 62 വരുന്ന സമയത്ത് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഈസ് 62 മൈനസ് 50 ഡിവൈഡ് ബൈ 12/8 1.5. അപ്പോൾ ഒന്ന്
എക്സിനെ നമ്മൾ രണ്ട് എക്സ് വാല്യൂസിനെ നമ്മൾ ഇസഡിലോട്ട് മാറ്റി. അപ്പോൾ -2ഉം പ്ലസ് 1.5 ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് -2ൻ്റെയും 1.5ൻ്റെയും ഇടയിലുള്ള ഏരിയയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ Z 1.5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4.4332 ആണ് വരുന്നത്. ഇനി ടോട്ടൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആയതുകൊണ്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. 0.4772, അതായത് -2ൻ്റെ വാല്യൂ 0.4772 പ്ലസ് 0.4332, 1.5ൻ്റെ ടേബിൾ വാല്യൂ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.9104. അത് കർവ് എടുക്കുക. 2 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്ത 1.5 റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വാല്യൂ കിട്ടും. ഇത്രയാണ് ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എക്സിനെ ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്ത് പിന്നെ ഇസഡിൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് വേണം ഗ്രാഫ് അല്ലെങ്കിൽ ആ കർവ് വരച്ചും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 3 ചെയ്താലേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുള്ളൂ.